Welcome dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. പ്രിസർവേഷൻ ഓഫ് സ്പെസിമെൻസ്. അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന ചാപ്റ്ററിലെ അടുത്ത പ്രാക്ടിക്കലാണ് പ്രിസർവേഷൻ ഓഫ് സ്പെസിമെൻസ് എന്നത്. സ്പെസിമെൻസ് എന്നാൽ എന്താണ്? അതായത് നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവനുള്ള വസ്തുക്കളുടെ ശവശരീരങ്ങളെയാണ് നമ്മൾ സ്പെസിമെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനമാണ് നമ്മളുടെ ഉദ്ദേശം. നമുക്ക് എല്ലാ അനിമൽസിനെയും ലൈവായി പഠിക്കാൻ പറ്റില്ല ജീവനോടെ, അല്ലേ? അപ്പോൾ അതിന് പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്പെസിമെൻസ് ഉപയോഗിച്ചിട്ടാണ് പഠനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? പല വർഷങ്ങളോളം നമുക്ക് സ്പെസിമെൻസ് ഉപയോഗിക്കാം. പല ജനറേഷൻസ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റഡി പർപ്പസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും സ്പെസിമെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും സ്പെസിമെൻസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. പ്രിസർവേഷൻ ഓഫ് സ്പെസിമെൻസ് എന്താണെന്ന് വായിച്ചു നോക്കുന്ന long-term preservation of organism in the best possible condition so that it can be assessed in future as reference collection for scientific purpose. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ദീർഘകാലം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന രീതിയാണ് പ്രിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവിയിലുള്ള പലതരം പഠന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം. പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. ഒന്നാമത്തേത് കില്ലിംഗ്. ഏത് ജീവിയെയാണോ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് അവയെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചത്ത സ്പെസിമെൻസ് ആണ് ലഭിക്കുന്നതെങ്കിൽ ആ കൊല്ലൽ എന്ന് പറയുന്ന പ്രക്രിയ ആവശ്യം വരുന്നില്ല. എന്നാൽ ജീവനോടെയുള്ള ജീവികളാണെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കില്ലിംഗ് ആണ്. ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള കെമിക്കൽസ് അവൈലബിൾ ആണ്, പോയ്സൺസ് അവൈലബിൾ ആണ്. കില്ലിംഗ്. അടുത്തതായിട്ട് ഫിക്സിംഗ്. എങ്ങനെയാണോ നമുക്ക് ആ അനിമലിനെ ലഭിക്കുന്നത് അതിന് അതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിൽ ഫിക്സിംഗ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അടുത്തതായിട്ട് സ്റ്റോറേജ്. നമ്മൾ പറഞ്ഞു, കൊന്നു കഴിഞ്ഞ് ശരീരഭാഗങ്ങളെല്ലാം കൃത്യമായി നിവർത്തി വെച്ച് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത സ്പെസിമെൻസിനെ അടുത്ത പ്രോസസ്സായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാം. ഡ്രൈ സ്പെസിമെനായിട്ടും വെറ്റ് സ്പെസിമെനായിട്ടും ഒക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാം. കൂടാതെ ഭാവിയിൽ അത് നശിച്ചു പോകാത്ത വിധത്തിൽ കൃത്യമായിട്ടുള്ള ഇൻസെക്ടിസൈഡുകളുടെ പ്രയോഗവും ഒക്കെ സ്റ്റോറേജ് ആവശ്യമായിട്ട് വരും. കൂടാതെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും സ്റ്റോറേജ് കണ്ടീഷനിൽ എസെൻഷ്യൽ ആണ്. നിങ്ങളെല്ലാവരും സൂവിലൊക്കെ പോയിട്ടുണ്ടാകും, അപ്പോൾ മ്യൂസിയം കണ്ടിട്ടുണ്ടാകും. മ്യൂസിയത്തിൽ എങ്ങനെയാണ് ഓരോ വസ്തുക്കളും സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. കൂടാതെ നമ്മുടെ ലാബുകളിലും ചെറിയ രീതിയിലുള്ള സ്പെസിമെൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 മെത്തേഡായിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഡ്രൈ പ്രിസർവേഷനും രണ്ടാമത്തേത് വെറ്റ് പ്രിസർവേഷനും. ഡ്രൈ പ്രിസർവേഷൻ ആൻഡ് വെറ്റ് പ്രിസർവേഷൻ. ഇത് മ്യൂസിയം ടെക്നിക്സ് എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത്. നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നതൊരു സത്യമാണ്. ഡ്രൈ പ്രിസർവേഷൻ ആൻഡ് വെറ്റ് പ്രിസർവേഷൻ 2 രീതിയിലാണ് നമുക്ക് ജീവികളെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഡ്രൈ പ്രിസർവേഷൻ ആൻഡ് വെറ്റ് പ്രിസർവേഷൻ. ഡ്രൈ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ ഉണക്കി സൂക്ഷിക്കുക. വെറ്റ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെള്ളത്തിലിട്ട് സൂക്ഷിക്കുക. വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളമല്ല, അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസിലാണ് അത് ഇട്ട് വെക്കുന്നത്. പ്രധാനമായും നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള സ്പെസിമെൻസ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഡ്രൈ പ്രിസർവേഷനും വെറ്റ് പ്രിസർവേഷനും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജിഫി എന്ന് പറയുന്നത് ഡ്രൈ പ്രിസർവേഷൻ്റെയും വെറ്റ് പ്രിസർവേഷൻ്റെയും എക്സാമ്പിൾ ആണ്. സ്കെൽട്ടനൊക്കെ എന്തിലാണ് വരിക? ഡ്രൈ പ്രിസർവേഷനിൽ വരുമ്പോൾ ഇൻസെക്ട്സ് പോലുള്ള ചെറിയ ജീവികളെ നമ്മൾ അങ്ങനെ ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. അതും ഡ്രൈ പ്രിസർവേഷനിലാണ്.
എന്നാൽ വെള്ളത്തിൽ കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഫ്ലൂയിഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് 4 രീതിയിലുള്ള സ്പെസിമെൻസിനെ പറ്റി അറിയേണ്ടതുണ്ട്. അതേതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തേത് ഫ്ലൂയിഡ് പ്രിസർവ്ഡ് ആനിമൽസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊത്തമായിട്ട് ആ ജീവിയെ മൊത്തമായിട്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്യുകയാണ്, പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ആനിമൽസിന്റെ അനാറ്റമിയും ഹിസ്റ്റോളജിയും നമുക്ക് പഠിക്കാം. അനാറ്റമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യമായിട്ടുള്ള സ്ട്രക്ചർ. ദെൻ ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ അവരുടെ ടിഷ്യൂസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് ഈ ഫ്ലൂയിഡ് പ്രിസർവ് ചെയ്ത ആനിമൽസിനെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്തായിട്ട് സ്റ്റഡി സ്കിൻ, തൊലി. നമ്മൾ തൊലിയെ മാംസത്തിൽ നിന്ന് മാറ്റി ഉരിച്ചു വെക്കുക എന്ന് പറയുമല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പുലിത്തോലൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടില്ലേ? അതുപോലുള്ള തോലുകൾ മൊത്തമായി തോലായിട്ട് മാത്രമോ അതല്ലെങ്കിൽ തലയോട് കൂടിയതോ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് പാർഷ്യൽ സ്കെൽട്ടൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റഡി സ്കിൻസ് അടുത്ത മെത്തേഡാണ് സ്റ്റഡി സ്കിൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മൗണ്ടഡ് സ്കിൻസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൊത്തമായിട്ട് ആ ജീവിയുടെ തൊലി മൊത്തമായി ഉരിഞ്ഞെടുത്തിട്ട് സ്കെൽട്ടൻ കൂടെയോ അല്ലെങ്കിൽ പാർഷ്യൽ സ്കെൽട്ടനോട് കൂടെയോ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന രീതി. കണ്ടാൽ ആ മൃഗം നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഇവിടെ സ്റ്റഫിംഗ് ആണ് പ്രധാനമായിട്ടും മൗണ്ടഡ് സ്കിൻസിൽ വരുന്നത്. സാധാരണ എങ്ങനെയാണോ ആ മൃഗം നിൽക്കുന്നത് അതുപോലെ നമുക്ക് നിൽക്കുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് എൻറ്റയർ സ്കെലിറ്റൻ. നിങ്ങൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയൊരു ആനയുടെ സ്കെലിട്ടൺ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എൻറ്റയർ സ്കെലിട്ടൺ മുഴുവനായിട്ട്. ഇത് കുറച്ച് പണിപ്പെട്ട പരിപാടിയാണ്. എല്ലാ ബോൺസും കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് കോർത്തെടുത്ത് കൃത്യമായിട്ട് അങ്ങനെ വെക്കണം. ഇത് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ബോൺസിനെ പറ്റി പഠിക്കാൻ, പല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏജ് തീരുമാനിക്കാൻ, അങ്ങനെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊക്കെ നമുക്ക് ബോണ്ട് സ്റ്റഡി കൊണ്ട് നമുക്ക് പഠിക്കുവാൻ പറ്റും. പണ്ട് കാലത്ത് മൺമറഞ്ഞു പോയ പല ജീവികളുടെയും സ്കെൽട്ടൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി അത് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നത് ഈ സ്കെൽട്ടൽ സ്റ്റഡി വഴിയാണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള സ്പെസിമെൻസ് ആണ് നിലവിൽ നമുക്ക് പഠന കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് വരുന്നത്. ഫ്ലൂയിഡ് പ്രിസർവ്ഡ് ആനിമൽസ്, സ്റ്റഡി സ്കിൻസ്, മൗണ്ടഡ് സ്കിൻസ് ആൻഡ് എൻറ്റയർ സ്കെലിറ്റൻ. നമ്മൾ പറഞ്ഞ സ്റ്റഡി സ്കിൻ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതായത് ഒരു മുതലയുടെ തല ഭാഗം അങ്ങനെ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഫുൾ സ്കിൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ എന്താണ്, തലയുണ്ട്, ബാക്കിയുള്ള ഭാഗം മൊത്തം തൊലി മാത്രമാണ്. ബാഹ്യമായിട്ടുള്ള ഘടനയെ പറ്റി നമുക്ക് ഇവയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് മൗണ്ടഡ് സ്കിൻ എന്ന് പറയുന്നത്. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. തലഭാഗമുണ്ട്, ബാക്കി എല്ലാ ഭാഗവും അങ്ങനെ തന്നെ എടുത്തിട്ട് ഉള്ളിൽ നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട് സ്കിൻ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇൻസെക്ടിസൈഡ്സിൻ്റെ ഒക്കെ സഹായത്താലാണ് ഇങ്ങനെ ഒരു ഇതെടുക്കുന്നത്. രോമവും ബാഹ്യമായിട്ടുള്ള എല്ലാം അങ്ങനെ ഉണ്ടാകും. ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് പഞ്ഞി കൊണ്ട് നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമ്മൾ രാജകൊട്ടാരത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവർ വേട്ടയാടി കൊണ്ടുവന്ന പുലിയുടെയും അതേപോലെ തന്നെ വലിയ ജീവികളുടെയും ഒക്കെ നമ്മളിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച രൂപങ്ങൾ. എൻറ്റയർ സ്കെൽട്ടൻ മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റഫ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ലാബിൽ, നിങ്ങളുടെയൊക്കെ ലാബ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും എൻറ്റയർ സ്കെൽട്ടൻ, മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ കണ്ടിട്ടുണ്ടാകും. ഒറിജിനൽ ടൈപ്പ് ഓഫ് സ്കെൽട്ടൻ ഇന്ന് വളരെ കുറവാണ് പല ലാബുകളിലും. ഇന്ന് കൂടുതലായിട്ടും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ആർട്ടിക്കുലേറ്റഡ് സ്കെൽട്ടൻസ് ആണ് നമ്മുടെ ലാബുകളിലൊക്കെ ഉള്ളത്. എന്നാൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ ഹ്യൂമൻ സ്കെൽട്ടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ നമ്മുടെ വെറ്റിനറി കോളേജിൽ, മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ സ്കെലറ്റൻസ് പല ജീവികളുടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതാണ് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് ഫ്ലൂയിഡ് പ്രിസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിൽ ഇട്ട് വെച്ച പോലെ അങ്ങനെ ജീവിയെ മൊത്തമായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന രീതിയാണ് ഫ്ലൂയിഡ് പ്രിസർവേഷൻ മെത്തേഡ്സിൽ വരുന്നത്. ഇവിടെ നമുക്ക് ജീവിയെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഗൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് ഇതേപോലെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും.
നമ്മളുടെയൊക്കെ ലാബിലാണെങ്കിൽ കോഴിയുടെ ഡിഫറെൻറ്റ് ഓർഗൻസ്, കണ്ണുകൾ, പശുവിൻ്റെ കണ്ണ്, ഓർഗൻസ്, മറ്റ് ഓർഗൻസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 2 മെത്തേഡ്സാണ് സാധാരണയായിട്ട് അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 കെമിക്കൽസാണ് പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് മോസ്റ്റ് കോമൺ മെത്തേഡാണ് ഫോർമാലിൻ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഫോർമാലിൻ എന്ന പേര് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടും ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ കൂടുതലായിട്ടും മീനിൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഫോർമാലിൻ ഇട്ട് വെച്ച മീനാണ് നമുക്ക് കഴിക്കാൻ ലഭിക്കുന്നതെന്ന്. ഒരു കാര്യം ഓർത്ത് വെക്കണം, ഫോർമാലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പോയാൽ അത് വിഷമാണ്. അളവിലധികം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഫോർമാലിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശവങ്ങൾ അല്ലെങ്കിൽ ചത്തമൃഗങ്ങളെ ചെയ്യാതെ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ഇതിലിട്ട് വെച്ച വസ്തുക്കൾ നമ്മൾ ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ല. നമ്മളെ അത് വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. കൂടാതെ ഇതൊരു കാർസിനോജനിക് ആയിട്ടുള്ള ഒരു വസ്തുവും കൂടെയാണ്, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള വസ്തു കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഫോർമാലിൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ചെറിയ സ്പെസിമെൻസ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു അനിമലിനെ തന്നെ ഇട്ട് വെക്കാൻ പറ്റിയ പ്രിസർവേഷൻ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 10% ഫോർമാലിൻ, അതായത് നമുക്ക് കിട്ടുന്ന ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് കണ്ടെയ്നറിലാണ് നമുക്ക് ലഭിക്കുക. അതിൽ നിന്നും 10% സൊല്യൂഷൻ ഉണ്ടാക്കി അതിലാണ് കൂടുതലായിട്ടും നമ്മൾ ജീവികളെ ഇട്ട് വെക്കുന്നത്. ഫോർമാലിനാണ് കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം ദീർഘകാലത്തേക്ക് അതേപോലെ സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ള, അഥവാ കളറ് ഒന്നും പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല, ദ്രവിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല. ഓർഗാനിസം എങ്ങനെയാണോ ഇട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ ദീർഘകാലം സൂക്ഷിക്കാനുള്ള കഴിവ് ഫോർമാലിൻ പ്രിസർവേഷൻ ഉള്ളതിനാൽ ഏറ്റവും കൂടുതൽ ലാബുകളിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഫോർമാലിൻ പ്രിസർവേഷൻ ആണ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് 10% ഫോർമാലിൻ സൊല്യൂഷൻ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഫ്ലൂയിഡ് പ്രിസർവേഷൻ മെത്തേഡിൽ എത്ര ശതമാനം ഫോർമാലിൻ ആണ് ഉപയോഗിക്കേണ്ടത്? 10% അല്ലെങ്കിൽ 10% ഡൈല്യൂട്ട് ചെയ്ത 100%ൽ നിന്നും 10, ഇപ്പം 100 ml ഉണ്ടാക്കണമെങ്കിൽ അതിൽ 90% 90 ml വാട്ടറും 10 ml ഫോർമാലിനുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 10% സൊല്യൂഷൻ ആണ് എപ്പോഴും ഫ്ലൂയിഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓർത്ത് വെക്കുക, 10% ഫോർമാലിൻ സൊല്യൂഷനാണ് ഫ്ലൂയിഡ് പ്രിസർവേഷൻ മെത്തേഡ്സിൽ സ്പെസിമെൻസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫോർമാലിൻ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും മണക്കാനോ അതിൽ നിന്നും ചില ഫ്യൂംസ് നമുക്ക് തുറക്കുന്ന സമയത്ത് വരും. അത് നമുക്ക് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരികയും ഒരു ചെറിയൊരു എരിവ് തോന്നിപ്പിക്കുകയും ചെയ്യും. ആയതിനാൽ എപ്പോഴും ശ്രദ്ധിക്കുക, നേരിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവർക്ക് പൊള്ളലോ ഒക്കെ വരാം. കൂടാതെ അതൊരു കാർസിനോജൻ ആയതിനാൽ നമ്മൾ കയ്യിൽ ആയാൽ തന്നെ എത്രയും പെട്ടെന്ന് കഴുകുക. മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും ആകാതെ പ്രത്യേകം സൂക്ഷിക്കുക. എപ്പോഴും നല്ല രീതിയിൽ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള ബോട്ടിൽസിൽ മാത്രം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുപ്പി ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ലേബൽ ചെയ്തിട്ടുള്ള കുപ്പികളിലോ മാത്രം ഫോർമാലിൻ വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നത് ഫോർമാലിൻ എന്ന് പറയുന്നത് കാർസിനോജനിക് ആണ്. കൂടാതെ നമ്മൾക്ക് ജീവന് തന്നെ ആപത്ത് വരാൻ പറ്റിയ ഒരു വസ്തുവാണ് ഫോർമാലിൻ എന്ന് പറയുന്നത്. എങ്ങാനും കയ്യിലോ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല രീതിയിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി സോപ്പിട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിച്ചതിന് ശേഷം കൈ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിസർവേഷൻ ഇൻ ആൽക്കഹോൾ. അടുത്ത മെത്തേഡാണ് ആൽക്കഹോളിൽ പ്രിസർവ് ചെയ്യുക എന്നത്. ദീർഘവർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ നാളത്തേക്ക് പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിസർവേഷൻ ആൽക്കഹോൾ എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിലൊക്കെ സ്പെസിമെൻസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, കടാറൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആൽക്കഹോളിലായിരിക്കും. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ അല്ല, ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ആണ്. അതാണ് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഈ ഒരു ആൽക്കഹോൾ എടുത്ത് കുടിക്കാറുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള ആൽക്കഹോളാണ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മൊത്തമായിട്ട് അനിമൽസിനെ 70 to 90% ആൽക്കഹോളിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഇൻഡസ്ട്രിയൽ, അതായത്
ആൽക്കഹോളാണ് പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് എല്ലാം പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇന്റേണൽ ഓർഗൻസ് പ്രധാനമായിട്ടും ഇൻറ്റസ്റ്റൈൻസ് എല്ലാം മാറ്റിയതിന് ശേഷം പ്രിസർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചുകൂടെ തെളിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലിസറിൻ കൂടെ നമ്മൾ ആൽക്കഹോളിൽ ആഡ് ചെയ്യാറുണ്ട്, നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അടുത്ത മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് ആൽക്കഹോൾ പ്രിസർവേഷൻ. ആൽക്കഹോൾ പ്രിസർവേഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ആണ്. കൂടാതെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 70 to 90%. ഇത് സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ലത് എപ്പോഴും കുപ്പികളാണ്. കുപ്പി കൊണ്ട് നിർമ്മിച്ച ബോട്ടിലുകളാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു. ആൽക്കഹോളും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രൊലോങ്ഡ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് വരാം. കാരണം കോൺസെൻട്രേഷൻ വളരെ കൂടുതലായതിനാൽ ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയായി കൈ കഴുകുക. നല്ല രീതിയിൽ കൈ കഴുകിയതിന് ശേഷം മാത്രം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കുടിക്കരുത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായ എഫക്റ്റ് ചെയ്യുന്നു. കൂടാതെ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആണ്. അതായത് പെട്ടെന്ന് തീപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തുറന്നു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിനടുത്ത് കൂടെ തീ എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ടുപോവുകയേ ചെയ്യരുത്. കൂടാതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇവാപറേഷന് സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരു കാരണവശാലും തുറന്നു വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം തുറക്കാനും അടയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മെത്തേഡാണ് പ്രിസർവേഷൻ ബൈ കൂളിംഗ് ഓർ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു മാർഗമാണ് പ്രിസർവേഷൻ ബൈ കൂളിംഗ് ഓർ ഫ്രീസിംഗ് എന്ന് പറയുന്നത്, ഷോർട്ട് ടേം യൂസിന് വേണ്ടിയിട്ട്. എങ്കിലും പണ്ട് കാലത്ത് അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞുപാളുകൾക്കിടയിലൊക്കെ പെട്ടുപോയിട്ടുള്ള അനിമൽസിനെ നമുക്ക് ഇന്ന് ലഭിക്കുമ്പോൾ അതേപോലെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കറിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള പ്രിസർവേഷൻ മെത്തേഡ്സും ഒരുപാടുണ്ട്. എങ്കിലും മോസ്റ്റ് കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് ഫോർമാലിനിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്ന മെത്തേഡും ഡ്രൈ പ്രിസർവേഷൻ മെത്തേഡ്സും ആണ്. അത്രയുമാണ് മെത്തേഡ്സ് ഓഫ് പ്രിസർവേഷൻ ഓഫ് സ്പെസിമെൻസ് അല്ലെങ്കിൽ മ്യൂസിയം ടെക്നിക്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.